ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തലന്മാരുടെ ഓരോ അത്ഭുതങ്ങളെക്കുറിച്ചും അവർ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് അറിയിച്ചതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലന്മാർക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെ അവർ വചനം പറഞ്ഞ് മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടിയപ്പോൾ എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് പറ്റിയെന്നുള്ളതും അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു എന്നുള്ളതും. അപ്പോൾ ആ വാക്യം നമുക്കൊന്നോടെ പഠിക്കാം. 18 വാക്യം മുതൽ 3 വാക്യം അങ്ങ് പഠിക്കാം നമുക്ക് കേട്ടെ. അസൂയ നിറഞ്ഞ് അവർ എഴുന്നേറ്റു അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഇവിടെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ത് സംഭവിച്ചു എന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് പഠിക്കാൻ നോക്കും അല്ലേ, ഈസിയായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടെ ആ വാക്യം പഠിക്കാം. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജീവൻ്റെ വചനമാണ്. അത് നാം പഠിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നമ്മുടെ ആവശ്യത്തിന് സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഓർക്കണം, ഇതെന്താണ്? ജീവൻ്റെ വചനമാണ്, ജീവൻ തരുന്ന വചനമാണ്. വെറും വചനമല്ല, വെറും പഠിത്തമല്ല, വെറും കടലാസിലുള്ള കാര്യങ്ങളല്ല, ഇത് ജീവൻ്റെ വചനമാണ്. അപ്പോൾ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം പഠിക്കണം. അപ്പോസ്തലന്മാർ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ദിനം പ്രതി പുരുഷന്മാരും സ്ത്രീകളും അനേകർ കർത്താവിൽ വിശ്വസിച്ചു. അപ്പോസ്തലന്മാർ മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി. നമ്മൾ ഒരു അടയാളത്തെക്കുറിച്ച് കണ്ടതാണ്. നടക്കാൻ വയ്യാത്ത ഒരാൾ ഉടനെ എഴുന്നേറ്റു. മാത്രമല്ല, പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ വീഴുന്ന സ്ഥാനങ്ങളിൽ രോഗികളെയൊക്കെ കൊണ്ടുവന്ന് വിടും. ആ നിഴൽ വീഴുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. അങ്ങനെ അനേകർ സൗഖ്യം പ്രാപിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇത് കണ്ടപ്പോൾ മഹാപുരോഹിതന്മാർക്കും സദൂക്യർക്കും അപ്പോസ്തലന്മാരെ പിടിച്ച് അവർക്ക് അപ്പോസ്തലന്മാരോട് അസൂയ തോന്നി അവരെ പിടിച്ച് തടവിലാക്കി. എന്നാൽ നമ്മൾ പഠിച്ച വാക്യം പോലെ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഈ ജീവൻ്റെ വചനം ജനത്തോട് പറയുവാനായിട്ട്. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും സദൂക്യന്മാരും ന്യായാധിപ സംഘമൊക്കെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു. ചേവകരെ വിളിച്ച ശേഷം ചേവകരെയൊക്കെ വിളിച്ചു കൂട്ടിയ ശേഷം ചേവകരോട് പറഞ്ഞു, നിങ്ങൾ പോയി തടവിൽ നിന്ന് അപ്പോസ്തലന്മാരെ കൊണ്ടുവരുവാൻ. അവർ വന്ന് തിരിച്ചു പറഞ്ഞു, കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നു, കാവൽക്കാർ വാതിക്കൽ കാവലും നിൽക്കുന്നു. എന്നാൽ അകത്ത് കടന്നു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഇതെന്ത് കളി! അവരെല്ലാം ഭയപ്പെട്ടു. ഇതെന്തായിട്ട് തീരുമെന്ന് അവർ തലേദിവസം രാത്രി പൂട്ടിയിട്ടതാണ്. ആ പൂട്ടിയിട്ടിടത്ത് കതക് പൂട്ടിക്കിടക്കുന്നുണ്ട്, കാവൽക്കാർ വാതിക്കൽ നിൽക്കുന്നുണ്ട്. ഇതെന്ത് സംഭവം എന്ന് വിചാരിച്ചു. എന്നാൽ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കുഞ്ഞുങ്ങളെ, അല്ലേ? കർത്താവിൻ്റെ ദൂതനെ അയച്ച് അവരെ വിടുവിച്ചു. ഇന്നും നമ്മളെയും വിടുവിപ്പാനായിട്ട്, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ വിടുവിപ്പാനായിട്ട് ആര് സർവശക്തനാണ്? കർത്താവ് സർവശക്തനാണ്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആക്കിയവർ ദേവാലയത്തിൽ നിന്ന് ജനത്തെ ഉപദേശിക്കുന്നു. പടനായകൻ ചേവകരെയും കൂട്ടിച്ചെന്ന് അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ നിർത്തി അവരോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലയോ നിങ്ങൾ ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന്? എന്നാൽ നിങ്ങൾ യെരൂശലേം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളെയും കുറ്റവാളികളാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ പത്രോസ് ശേഷം അപ്പോസ്തലന്മാരും പറഞ്ഞു, ഞങ്ങൾ ദൈവം പറഞ്ഞത് കേൾക്കും, മനുഷ്യനേക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ യേശുവിനെ തൂക്കിക്കൊന്നു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. അവൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും
വിടുതലുമുണ്ട്. മാത്രമല്ല അനേകം യേശുവിൻ്റെ നാമത്താൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർ മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ, ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പാപത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് രക്ഷ ഉണ്ടാകാമായിരുന്നു. എന്നാൽ അതല്ല, അവർ കോപപരവശരായി ഇവരെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളവാനായിട്ട് പ്ലാൻ അവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഒടുക്കിക്കളയണമെന്ന് ആഗ്രഹിച്ചു. നമുക്കെന്ന് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൂതന്മാരെ വിട്ട് അപ്പോസ്തലന്മാരെ തടവിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മുടെ കർത്താവ് സർവശക്തനാണ്, ദയാലുവാണ്. കർത്താവിൻ്റെ കൽപ്പനയാണ് നാം എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും ജീവൻ്റെ വചനം ജനത്തോട് പറയണമെന്നുള്ളത്. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ജീവൻ്റെ വചനം പറയണമെന്നുള്ളത് കർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. മൂന്നാമതായിട്ട്, ദൂതൻ പറയുന്നു, നിങ്ങൾ ജീവൻ്റെ വചനം ജനത്തോട് പറയണം. കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം അത് ജീവൻ നൽകുന്ന വചനമാണ്, ജീവൻ തരുവാൻ മതിയായമായ വചനമാണ്. നാലാമതായിട്ട്, ശിഷ്യന്മാർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവവചനം അനുസരിച്ച് പ്രവർത്തിച്ചു. അവർ സേവകരെയോ പടനായകന്മാരെയോ മഹാപുരോഹിതന്മാരെയോ ഒന്നും ഭയപ്പെട്ടില്ല. നാമും ദൈവവചനം ഭയം കൂടാതെ പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കെന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്കെന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ജീവൻ്റെ വചനം മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരോട് ധൈര്യത്തോടു കൂടെ പറയുവാൻ ഞങ്ങളെ സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൈ അമർത്തണം. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.